മാധർമേ മധുകൈടഭഗ്നി महिषप्राणाबहारोद्यमे हेलानिर्मितधूम्रलोचनवधे हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजदनुजे नित्ये निशुम्भापहे शुम्भध्वंसिनि संहराशु दुरिदं दुर्गे नमस्तेऽम्बिके। माधर्मे मधुकैडभग्नि महिषप्राणाबहारोद्यमे हेला निर्मित धूम्रलोचनवधे हे चण्डमुण्डार्दिनी निःशेषीकृत रक्तबीजदनुजे नित्ये निशुम्भापहे शुम्भध्वंसिनि संहराशु दुरिदं दुर्गे नमस्ते अम्बिके। മേ മാതാ മാതർമേ മേ മാതാ എൻ്റെ അമ്മേ മധുകൈടഭന്മാരെ വധിച്ചവളെ महिषप्राणाबहारोद्യമേ महिषാസുരൻ്റെ പ്രാണങ്ങളെ അപഹരിക്കാൻ ഉദ്യമിക്കുന്നവളെ ഹേലാ നിർമ്മിത ധൂമ്രലോചനവധേ ഹേല നേരമ്പോക്ക് വിനോദം എന്ന പോലെ ധൂമ്രലോചനൻ എന്ന അസുരനെ വധിച്ചവളെ അല്ലെങ്കിൽ അനായാസമായി ധൂമ്രലോചനെ വധിച്ചവളെ ഹേ അല്ലയോ ചണ്ഡമുണ്ടാർദിനി ചണ്ഡമുണ്ടന്മാരെ അർദ്ദിച്ചവളെ അല്ലെങ്കിൽ മർദ്ദിച്ചവളെ നിശേഷീകൃത രക്തബീജതനുജേ രക്തബീജൻ എന്ന അസുരനെ പൂർണ്ണമായി നശിപ്പിച്ചവളെ നിത്യേ എന്നെന്നുമുള്ളവളെ അല്ലെങ്കിൽ ഉൽപ്പത്തിയും നാശവും ഇല്ലാത്തവളെ നിശുംഭാപഹേ നിശുംഭനെ അപഹരിച്ചവളെ അല്ലെങ്കിൽ വധിച്ചവളെ ശുംഭധ്വംസിനി ശുംഭാസുരനെ ധ്വംസിച്ചവളെ ആശു വേഗത്തിൽ ദുരിതം സംഹര എൻ്റെ ദുരിതങ്ങളെ സംഹരിക്കേണമേ ദുർഗേ അംബികേ നമസ്തേ ദുർഗേ അമ്മേ നിനക്കായിക്കൊണ്ട് നമസ്കാരം. മധുകൈടവന്മാരെ വധിച്ചവളും महिषാസുരൻ്റെ പ്രാണങ്ങളെ അപഹരിച്ചവളും അനായാസമായി ധൂമ്രലോചനനെ വധിച്ചവളും രക്തബീജനെ നിശേഷം നശിപ്പിച്ചവളും ചണ്ഡമുണ്ഡന്മാരെ മർദ്ദിച്ചവളും നിശുംഭന്മാരെ ധ്വംസിച്ചവളുമായ അല്ലയോ എൻ്റെ അമ്മേ ദുർഗയായി നിന്നെ ഞാൻ നമസ്കരിക്കുന്നു. ദേവി മഹാത്മ്യത്തിലെ പല അധ്യായങ്ങളിലായി വിവരിച്ചിട്ടുള്ള കഥകളുടെ സൂചനയാണ് ഈ ശ്ലോകം ഉൾക്കൊള്ളുന്നത്. എല്ലാ ദേവശക്തികളെയും കീഴ്പ്പെടുത്തിയ മധുകൈടഭന്മാർ महिषൻ, രക്തബീജൻ, ശുംഭൻ, നിശുംഭൻ എന്നിവരെ നശിപ്പിച്ച ദുർഗാദേവിക്ക് ഉപാസകന്റെ അല്പമാത്രമായ ദുരിതങ്ങളെ നശിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല. ശ്ലോകത്തിൽ അംബികെ എന്ന സംബോധന കൊണ്ട് ഉപാസ്യയായ പരാശക്തിയെ അമ്മയായിട്ട് സ്വീകരിക്കുന്നു. മക്കൾ ദുരിതം അനുഭവിക്കുന്നത് അമ്മ ഇഷ്ടപ്പെടുകയില്ല. മക്കളുടെ ദുരിതം മാറ്റേണ്ടത് അമ്മയുടെ കർത്തവ്യവുമാണ്. ശ്ലോകം ആരംഭിക്കുന്നത് തന്നെ എൻ്റെ അമ്മേ എന്ന സംബോധനയോടെയാണ്. ദുർഗ എന്ന ശബ്ദം കൊണ്ട് പ്രാപിക്കാൻ വിഷമമുള്ളവൾ എന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അമ്മ ഏത് പദവിയിലുള്ളവളായാലും സന്താനങ്ങൾക്ക് അപ്രാപ്യമാവുകയില്ല എന്ന് ശ്ലോകം വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നു. അഷ്ടൗ ഭുജാംഗിം महिषस्य മർദിനിം സശംഖചക്രാം ശരശൂലധാരിണിം താം ദിവ്യയോഗിം സഹജാതവേദസിം ദുർഗാം സദാ ശരണമഹം പ്രപദ്യേ. അഷ്ടൗ ഭുജാംഗിം महिषस्य മർദിനിം സശംഖചക്രാം ശരശൂലധാരിണിം താം ദിവ്യയോഗിം സഹജാതവേദസിം ദുർഗാം സദാ ശരണമഹം പ്രപദ്യേ. അഷ്ടൗ ഭുജാംഗിം, അഷ്ടൗ എന്നതിനെ ഈരട്ടു തൃക്കൈകൾ അംഗങ്ങളായി ഉള്ളവൾ എന്നാണ് അർത്ഥം. ഈരട്ടു തൃക്കൈകൾ ഉള്ളവൾ. महिषस्य മർദിനി, महिषാസുരനെ മർദ്ദിച്ചവൾ. ശംഖചക്രാം, ശംഖവും ചക്രവും ധരിച്ചവൾ. ശരശൂലധാരിണിം, ശരവും ശൂലവും ധരിച്ചവൾ. സഹജാതവേദസിം, ജാതവേദസ്സോട് കൂടിയവൾ. ജാതവേദസ് എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നിജ്വാലകളാൽ പരീതയായവൾ എന്നോ തൃക്കൈകൾ ഒന്നിൽ അഗ്നി ധരിക്കുന്നവൾ എന്നോ അർത്ഥം പറയാം. താം ദിവ്യയോഗിം, ആ ദിവ്യയോഗിനിയെ, ദുർഗയെ അഹം ശരണം പ്രപദ്യേ, ഞാൻ ശരണം പ്രാപിക്കുന്നു. ഈരട്ട് തൃക്കൈകൾ അംഗങ്ങളായി ഉള്ളവളും महिषാസുരനെ മർദ്ദിച്ചവളും ശംഖചക്രങ്ങളും ശരശൂലങ്ങളും ആയുധമായുള്ളവളും ജാതവേദസ്സോട് കൂടിയവളുമായ ദിവ്യയോഗിനിയായ ദുർഗയെ ഞാൻ എല്ലായ്പ്പോഴും ശരണം പ്രാപിക്കുന്നു. മുൻ ശ്ലോകത്തിൽ അളവറ്റ പരാക്രമങ്ങളോട് കൂടിയ ദേവിയെ ഉപാസകൻ അമ്മയായി ധ്യാനിച്ചു. ഉപാസ്യ ചൈതന്യത്തെ അമ്മയായി സങ്കല്പിക്കുന്ന ഉപാസകൻ സ്വയം ശിശുവായി മാറുന്നു. തനിക്ക് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്ന ശിശുവല്ല, അമ്മയാണ്.
ഈ ഭാവം ഉൾക്കൊള്ളുന്ന ഉപാസകൻ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, പൂർണ്ണമായ ശരണാഗതി സ്വീകരിക്കുക. അമ്മേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു എന്ന ഭാവന ഞാൻ എന്ന ഭാവത്തെ അല്ലെങ്കിൽ അഹങ്കാരത്തെ ക്രമമായും തീർച്ചയായും നശിപ്പിക്കുന്നു. മഹിഷമർദ്ദിനിയായ അമ്മയെ അഷ്ടൗഭുജാംഗി ആയിട്ടാണ് ഇവിടെ ധ്യാനിക്കുന്നതെങ്കിലും 4 ആയുധങ്ങളുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ: ശംഖം, ചക്രം എന്നിവയും ശരം, ശൂലം എന്നിവയും. ശരം ആയുധമാകണമെങ്കിൽ വില്ലുണ്ടാകണമല്ലോ. മറ്റു കൈകളിലും ആയുധങ്ങൾ ഉണ്ടാകാം. ശംഖചക്രങ്ങൾ വിഷ്ണുവിനോട് ബന്ധപ്പെട്ടവയും ശൂലം ശിവസംബന്ധിയുമാണ്. സത്വതമോ ഗുണങ്ങൾ ഏകോപിച്ച മഹാലക്ഷ്മി രൂപമാണ് ഇവിടെ ധ്യാനിക്കപ്പെടുന്നത്. സഹജാത വേദസ്യം എന്ന പ്രയോഗം കൊണ്ട് ഒരു കൈയിൽ അഗ്നിയേന്തിയ കാലഭൈരവന്റെ രൂപവും ഉദ്ദേശിക്കുന്നു. സ്വയം അഗ്നിരൂപിണിയായി ജ്വാലാമാലാപരീതിയായുള്ള ദുർഗാ സങ്കല്പവും ഇവിടെ യോജിക്കും.